നമസ്കാരം. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നും പറയും പോലെയാണ് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് വരാതെ പോയ പണി വിളിച്ചു വരുത്തിയിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M സ്വരാജ്. ഗവർണറെ മണ്ടൻ എന്ന് വിളിച്ച് സ്വയം മണ്ടനായ അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ. തലങ്ങും വിലങ്ങും നിന്ന വിമർശനങ്ങൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യന്റെയും മേയർ ആര്യ രാജേന്ദ്രന്റെയും ചെയ്തികൾക്ക് മറുപടി പറഞ്ഞ് തീരും മുമ്പാണ് പാർട്ടിയെ അടക്കം പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഗവർണർക്കെതിരെ വിവാദ പരാമർശം നടത്തി M സ്വരാജ് കൂടെ രംഗത്തേക്ക് വരുന്നത്. എന്തായാലും വിഷയം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനടക്കമുള്ള നടപടികൾ ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നു. അത് മാത്രവുമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാനനഷ്ട കേസ് ഉൾപ്പെടെ കൊടുത്തേക്കാമെന്നുള്ള സൂചനകളാണ് ഉള്ളത്. നിലവിൽ സ്വരാജ് ജനപ്രതിനിധിയല്ല എങ്കിൽ പോലും ഈ കടന്നാക്രമണം അതിനെ നിസാരമായി കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാജ്ഭവനിൽ നിന്ന് പറയുന്ന അഭിപ്രായങ്ങൾ. ഒരു വ്യക്തിയെ ഇദ്ദേഹം വ്യക്തിഹത്യ ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇത് ഗവർണർക്കെതിരായ കലാപാഹനമായിട്ടും രാജ്ഭവൻ അതിനെടുക്കും എന്നുള്ള സൂചനയുണ്ട്. പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നത് വ്യക്തമായതുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ച് സ്വരാജിനെ കുടുക്കാനും ആലോചനകൾ നടന്നേക്കാം. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഭരണഘടനാ വായന സമകാലിക ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമ്പോൾ സ്വരാജ് ഇങ്ങനെ പരിധിവിട്ടൊരു വിമർശനം ഉന്നയിക്കുന്നത്. ഗവർണറെ കേരളത്തിൽ ആരും ഇത്തരത്തിൽ തരം താണ ഭാഷയിൽ ഉപയോഗിച്ച് സംസാരിച്ചിട്ടില്ല എന്നത് മറ്റൊരു സത്യാവസ്ഥ. എന്തായാലും മുഖ്യമന്ത്രി പോലും ഇത്തരത്തിൽ മോശമായ ഒരു രീതിയിൽ ഗവർണറെ വിശേഷിപ്പിക്കാത്ത സ്ഥലത്ത് ഇത്തരത്തിൽ ഗവർണറെ അതിമോശമായിട്ടുള്ള രീതിയിൽ തന്നെ പറഞ്ഞത് വലിയ ഗുരുതരമായ ഒരു വിഷയമായി ഏറ്റെടുക്കുകയാണ് കേരള രാഷ്ട്രീയം. കേരള ഗവർണർക്ക് ഇടയ്ക്ക് പ്രത്യേകമായിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ടെന്നും അദ്ദേഹം 2 കൊല്ലം മുൻപ് CPM-നെതിരെ ഒരു വിമർശനം ഉന്നയിച്ചു എന്നും വൈദേശിക ആശയത്തെ മുറുകെ പിടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നുമൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ വിമർശനമല്ല, RSSന്റെ വിമർശനമാണെന്നും ഗവർണറാണെങ്കിലും വിവരദോഷം ഉണ്ടാകാൻ പാടില്ല എന്നും ഒരു ഭരണഘടനയിലും അത് എഴുതിയിട്ടില്ല എന്നും സ്വരാജ് പറയുകയുണ്ടായി. ഈ വാചകങ്ങൾ പരിധി വിടുന്നതല്ല, എന്നാൽ ചിത്രഭ്രമത്തിന്റെ പരാമർശം കൈവിടുന്നതാണ് എന്നത് തന്നെയാണ് വിലയിരുത്തൽ. അത് ഒഴിവാക്കേണ്ടതാണെന്ന അഭിപ്രായം CPM-നുള്ളിലടക്കം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും ഈ പരാമർശം വലിയ വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. തെറ്റ് തിരുത്താനുള്ള CPM ആഹ്വാനം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പോലും അനുസരിക്കുന്നില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇങ്ങനെ ഒരു പരാമർശം വരുമ്പോൾ. ഈ വിഷയത്തിൽ പ്രതികരിച്ച G ശക്തിധരൻ പങ്കുവച്ച ഒരു കുറിപ്പ് കൂടെ ജനശ്രദ്ധയിൽ പെടുന്നുണ്ട്. അതായത്, ബിഷപ്പ് മാർ കൂർലോസ് തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധിക്ഷേപത്തിന്റെ വിവാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. എന്നാൽ അതുക്കും മേലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചിത്രഭ്രമം ആണെന്ന് പറഞ്ഞ M സ്വരാജിന്റെ പ്രഖ്യാപനം എന്നതാണ് പറയുന്നത്. CPM എങ്ങോട്ടാണ് പോകുന്നത്? ഇവനെ തലയ്ക്ക് തളം വെക്കാൻ ആരുമില്ലേ? VS അച്യുതാനന്ദനെ എന്താണ് അധിക്ഷേപിച്ച് വിളിച്ചതെന്നും കേരളം കേട്ടതാണ്. കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരാളാണ് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഇതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്.